നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. മരണത്തോട് മല്ലടിക്കുന്ന പൂച്ച, ആ പൂച്ചക്ക് ജീവൻ പകുത്തു കൊടുക്കുന്നു. മിറാക്കിൾ ഓഫ് അല്ലാഹ്. ഒരു കരുണയുള്ള മനസ്സിന്റെ ഉടമ ജീവൻ പൊയ്പോകുന്ന പൂച്ചയെ അത്യാഹിത വേളയിൽ കൃത്രിമ ശ്വാസം കൊടുത്തുകൊണ്ട് അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഒടുവിൽ പൂച്ച കരഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഓരോ ജീവിയുടെയും ജീവൻ വിലപ്പെട്ടതാണ്. അതിനെ ഒരിക്കലും ഹനിക്കരുത്, അത് അമൂല്യമാണ്. ബഹുമാന്യരായ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞങ്ങൾ മൃഗങ്ങളോട് ഗുണം ചെയ്താലും കരുണ ചെയ്താലും ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഫീ കുല്ലി ദാതി കബദിൻ അർതബത്തിൻ അജ്ർ ഔ കമാ ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പച്ചക്കരളുള്ള ഏത് ജീവിക്കും, അതായത് ജീവന്റെ തുടിപ്പുള്ള ഏത് ജീവിക്കും നന്മ ചെയ്താലും ഉപകാരം ചെയ്താലും കരുണ ചെയ്താലും അതിൽ പ്രതിഫലമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവികളെ ഉപദ്രവിക്കുന്ന വിഷയത്തിൽ റബ്ബിനെ സൂക്ഷിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകത്തിന്റെ അരികിൽ കൂടി കടന്നുപോയി. അതിന്റെ മുതുകും വയറും ഒട്ടി നിൽക്കുകയാണ്. അത്രത്തോളം വിശപ്പ് സഹിച്ചുകൊണ്ട് മെലിഞ്ഞ് അവശയായി നിൽക്കുന്ന ഒരു മൃഗം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ഇത് ആരുടെ ഒട്ടകമാണ്? അങ്ങനെ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവം സ്ഫുരിക്കുന്ന മുഖഭാവത്തോടു കൂടി പറഞ്ഞു, ഇത്തഖുല്ലാഹ് ഫീ ഹാദിഹിൽ ബഹായിമിൽ മുഅ്ജമ. ഈ മിണ്ടാപ്രാണിയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ നീ സൂക്ഷിക്കണേ, തഖ്വ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി. അതിന് മാന്യമായ ഭക്ഷണം നൽകണം, മാന്യമായ രൂപത്തിൽ വാഹനമായി ഉപയോഗിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ജീവികളോടും കരുണ കാണിക്കൽ കാരുണ്യവാനായ റബ്ബിന്റെ കരുണ ലഭിക്കാനുള്ള വലിയ അമലാണ്. അല്ലാഹു തആല കരുണയുള്ള ഹൃദയത്തിന്റെ ഉടമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു